ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ അടുത്ത 14 ദിവസത്തെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ കമ്മിങ് 14 ഡേയ്സിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, നിങ്ങളുടെ ബ്ലോക്കേജ് എവിടെയാണുള്ളത്, എന്ത് ബ്ലെസ്സിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്, നിങ്ങൾ എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെയാണ് നമ്മൾ ടാരോട് ചോദിച്ച് നോക്കാൻ പോകുന്നത്. സോ നിങ്ങളുടെ അപ്കമിങ് 14 ഡേയ്സ് എങ്ങനെയായിരിക്കും, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ റീഡിങ് കാണുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് 2 മിനിറ്റ് ഒന്ന് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്തൊന്ന് റിലാക്സ്ഡ് ആവുക. അതിനുശേഷം മാത്രം ഈ റീഡിങ് കാണുക. കിട്ടുന്ന എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഓക്കെ, നിങ്ങൾ ലൈഫുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. ഓക്കെ, ആൻഡ് ഇതൊരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. എൻ്റെ ഓഡിയൻസിൻ്റെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എനർജി ടാപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു റീഡിംഗ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. സോ നമുക്ക് ടാരോട് ചോദിച്ച് നോക്കാം, നിങ്ങളുടെ അടുത്ത 14 ദിവസത്തെ മാറ്റങ്ങൾ, നിങ്ങളുടെ അടുത്ത 14 ദിവസം എങ്ങനെയായിരിക്കും എന്ന് നമുക്കിപ്പോൾ ടാരോട് ചോദിച്ച് നോക്കാം. ടാരോ പ്ലീസ് ഗൈഡ് മീ. റീഡിംഗ് ഫോർ മൈ ഓഡിയൻസ്, റീഡിംഗ് ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ്. അടുത്ത 14 ദിവസത്തേക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്ന എനർജീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്ത 14 ദിവസം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന മെയിൻ എനർജി എന്തായിരിക്കും, മെയിൻ എനർജി എന്തായിരിക്കും എന്നാണ് ആദ്യ ചോദ്യം. മെയിൻ എനർജി, നിങ്ങളുടെ ലൈഫിലെ മെയിൻ എനർജി നെക്സ്റ്റ് 14 ഡേയ്സ് എന്താണെന്നുള്ളതാണ് കാർഡ് നമ്പർ 1. കാർഡ് നമ്പർ 2, നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു ബ്ലെസ്സിങ് എന്താണ്, എന്ത് അനുഗ്രഹമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. കാർഡ് നമ്പർ 2, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട, ഈ 14 ദിവസം ശ്രദ്ധിക്കേണ്ട ചലഞ്ചസ് എന്താണ്, അല്ലെങ്കിൽ ബ്ലോക്കേജ് എന്താണ്, നിങ്ങൾ അറിയാത്ത എന്തെങ്കിലും എനർജീസ് ഇതിൻ്റെ പുറകിലുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ചലഞ്ച്, നിങ്ങൾ 14 ദിവസത്തിൽ നേരിടേണ്ട ശ്രദ്ധിക്കേണ്ട ചലഞ്ച് എന്താണെന്ന് നോക്കാം. കാർഡ് നമ്പർ 3, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് ഏരിയയിലാണ് നിങ്ങളിപ്പോൾ ശ്രദ്ധ കൊടുക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ഏരിയയിലാണ്, എന്ത് ഭാഗത്താണ് നിങ്ങളിപ്പോൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നോക്കാം. നിങ്ങളുടെ ആക്ഷൻ കാർഡാണ്. യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. സോ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജാണിത്. ആൻഡ് നമുക്ക് കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. നിങ്ങളുടെ മെയിൻ എനർജി 14 ഡേയ്സിലെ മെയിൻ എനർജി എന്താണെന്ന് നോക്കാം. 4 ഓഫ് കപ്സ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം. 10 ഓഫ് സോർട്സ് ആണ്. ആൻഡ് നിങ്ങളുടെ ലൈഫിലുള്ള ചലഞ്ച് അല്ലെങ്കിൽ ബ്ലോക്കേജ് ഈ ഒരു സമയത്ത് എന്താണെന്ന് നോക്കാം. 8 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ലൈഫിൻ്റെ ഏത് ഏരിയയിലാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്, ദ ചാരിയറ്റ് എന്നുള്ള ഏരിയയിലാണ്. ഓക്കെ, നിങ്ങളുടെ മെസ്സേജ് എന്താണ്, ദ സ്ട്രെങ്ത് എന്നുള്ള കാർഡാണ് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് നിങ്ങളുടെ ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിരിക്കുന്നത് ദ ടവർ എന്ന് പറയുന്ന കാർഡാണ്. ഓക്കെ, ദ ടവർ. സോ നമുക്കിത് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് പറയുന്നത്, നിങ്ങളുടെ അപ്കമിങ് 14 ഡേയ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത 2 ആഴ്ച എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് വരുത്താൻ പറ്റുന്ന 2 ആഴ്ചകളായിരിക്കും, അല്ലെങ്കിൽ 14 ദിവസങ്ങളായിരിക്കും. ഒരു ഓർഡിനറി ആയിട്ടുള്ള 14 ദിവസങ്ങളായിരിക്കില്ല. നിങ്ങളുടെ ലൈഫിലൊരു സിഗ്നിഫിക്കൻറ്റ് ഷിഫ്റ്റ് വരുത്താൻ കഴിവുള്ള 14 ദിവസങ്ങളായിരിക്കും. വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ, എല്ലാം ഒന്ന് അപ്സൈഡ് ഡൗൺ ആകുന്ന ചില കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ളൊരു സമയമാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞേക്കാം, മനസ്സിലാക്കിയേക്കാം. ഇമോഷണലി ചിലപ്പം നിങ്ങൾക്കൊരു ബ്രേക്ക് ത്രൂ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു സഡൻ റിയലൈസേഷൻസ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സഡൻ റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെയും നിങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ടും എന്തോ ഫോളോ ചെയ്യാൻ പറ്റാതിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നിങ്ങളുടെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ്, ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ചിലയിടത്തൊക്കെ തുടർന്നിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇപ്പോൾ താഴേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നേക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി എന്ന് വരാം. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതൊരിക്കലും നടക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്രതീക്ഷിതമായിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു കാര്യത്തെ നേരിടേണ്ടി വരുന്നത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നും ഉണ്ടായി എന്ന് വരില്ല. ഓക്കെ,
സോ ഇത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു കൂടി നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ഇങ്ങനെ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് കൂടി നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. സോ അങ്ങനൊരു കാര്യമായിരിക്കും നിങ്ങളുടെ അപ്കമിങ് 14 ഡേയ്സിൽ വരാൻ ചാൻസ് ഉള്ളത്. ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ലൈഫിൽ ഇത് വേണ്ടാത്തൊരു കാര്യമായിരിക്കും. നിങ്ങൾ പല സാഹചര്യങ്ങൾ കൊണ്ടും ചിലപ്പോൾ നിങ്ങൾ അത് ചെയ്തു പോകുന്നതായിരിക്കും. സോ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാനൊക്കെ ചാൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ മെയിൻ എനർജി, നിങ്ങളുടെ 14 ഡേയ്സിൻ്റെ മെയിൻ എനർജി നോക്കിയപ്പോൾ കിട്ടിയ കാർഡാണ് 4 ഓഫ് കപ്സ്. സോ നിങ്ങൾ മൊത്തത്തിൽ ഇമോഷണലി ആളുകളുമായിട്ടൊക്കെ ഒന്ന് ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ഒരു മോട്ടിവേഷൻ ഒന്നും ഇല്ലാത്ത പോലെ, ഒരു തണുത്ത മട്ട്, ഒന്നും ചെയ്യാൻ തോന്നാത്തതുപോലെ, ഓക്കെ, ആളുകളോട് ഇടപഴകാൻ തോന്നാത്തതുപോലെ, എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഓപ്ഷൻസ് ചുറ്റും ഉള്ളപ്പോഴും അതിലൊന്നും താല്പര്യമില്ലാതെ നിങ്ങളുടെ ചുറ്റുമുള്ള ബ്ലെസ്സിങ്സ് കാണാൻ കഴിയാതിരിക്കുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, നിങ്ങൾക്കൊരു ബോർഡം ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാനസികമായിട്ട് അല്ലെങ്കിൽ മെൻ്റലി ഇമോഷണലി ഒക്കെ ഒന്ന് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കാൻ, അതിലൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു സമയമായിരിക്കും 14 ഡേയ്സിൻ്റെ മെയിൻ എനർജി അതാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ്, ഈവൻ ഒരു സ്നേഹബന്ധമായിക്കോട്ടെ, നിങ്ങളുടെ കരിയറിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾ ഒരു പക്ഷേ ഒഴിവാക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി നിങ്ങൾക്ക് പറ്റാത്ത ഒരു സ്പേസിൽ നിങ്ങളുടെ കാലുറപ്പിക്കാൻ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആക്ച്വലി നിങ്ങൾക്ക് ശരിയായിട്ടുള്ള കാര്യം നിങ്ങളുടെ മുന്നിൽ വന്നാൽ പോലും നിങ്ങളത് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു എനർജിയിൽ ആയിരിക്കത്തില്ല. ഓക്കെ, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോഴും നിങ്ങൾ ഇമോഷണലി വേക്കപ്പ് ആവുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട്, നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റാത്തൊരു എനർജിയിലായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. കാരണം നിങ്ങൾ ഇമോഷണലി വളരെയധികം അപ്സെറ്റ് ആവുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഓർ ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കിയപ്പോൾ നമുക്ക് 10 ഓഫ് സോർട്സ് എന്ന് പറയുന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കാർഡ് പറയുന്നത് ചില കാര്യങ്ങളുടെ അവസാനം തന്നെയാണ്. ഇപ്പോൾ നമ്മളുടെ ബേസ് നോക്കുകയാണെങ്കിൽ ടവർ കാർഡ് പറയുന്നതും ഇതുതന്നെയാണ്. എന്തോ കാര്യം അവസാനിക്കാൻ പോകുന്നു, പക്ഷെ ഇത് ബ്ലെസ്സിങ്ങിനാണ്. കാരണം നമ്മൾ ബ്ലെസ്സിങ് കാർഡാണ് നോക്കിയിരിക്കുന്നത്, നിങ്ങളുടെ അനുഗ്രഹം എന്താണെന്നാണ് നോക്കിയത്. ഇപ്പോൾ ഇതൊരു പെയിൻഫുൾ എൻഡിങ് ആയിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടുള്ള എൻഡിങ് ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ കുറേ ഇമോഷണൽ ബേർഡൻ, നിങ്ങൾക്ക് ആവശ്യമില്ലാതെ നിങ്ങൾ വേദനിച്ചിരുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ ചില സത്യങ്ങൾ അറിയുന്നതോടുകൂടി അവസാനിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ചതിക്ക് ശേഷം നിങ്ങളതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഡിസപ്പോയിൻമെൻറ്റിന് ശേഷം ആളുകൾ നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും, അതിനുശേഷം നിങ്ങളത് റിക്കവർ ആകുന്നൊരു സമയമായിരിക്കും. ഓക്കെ, നിങ്ങളുടെ വളരെ സ്ട്രെസ് അനുഭവിച്ചൊരു സിറ്റുവേഷനെ നിങ്ങൾ ഓവർകം ചെയ്യുന്നൊരു സമയമായിരിക്കും. നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും റിക്കവർ ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങളെ ഹർട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇനി നിങ്ങളെ ഹർട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. മേ ബി നിങ്ങളുടെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് നിങ്ങൾ അവസാനിപ്പിച്ചേക്കാം. ഓക്കെ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്ട്രെസ്സൊക്കെ ഒന്ന് അവസാനിക്കുന്ന സമയമായിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ഒരു കരിയർ നിങ്ങൾ അവസാനിപ്പിക്കുന്ന ഒരു സമയമായിട്ടുണ്ടാവാം. ഓക്കെ, സോ ഒരു 10 ഓഫ് സോർട്സിന് ശേഷം വരുന്ന ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പോസിറ്റീവ് ഔട്ട്കം, നിങ്ങളുടെ ലൈഫിന് റിയലി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഇനിയായിരിക്കും. ഈ ഒരു അവസാനത്തിന് ശേഷമായിരിക്കും ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വരുന്ന ചലഞ്ച് ഓർ ബ്ലോക്കേജ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് കാർഡുമായിട്ട്, അതായത് നിങ്ങളുടെ ഇമോഷണലി നിങ്ങൾ എങ്ങനെയാണോ, 4 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ എനർജി, ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാർഡാണ് വരുന്നത്. അതായത് നിങ്ങളുടെ ബ്ലോക്കേജ് എന്ന് പറഞ്ഞാൽ പുതിയ ആളുകളെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ക്ഷണിക്കാൻ മടിയായിരിക്കും. കാരണം നിങ്ങൾക്ക് പേടിയുണ്ടാവും, നിങ്ങൾ ഇമോഷണലി നിങ്ങളെ ആളുകൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ വേദന അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട് ആളുകളെ നിങ്ങൾ വെൽക്കം ചെയ്യുന്നില്ല. നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ തയ്യാറല്ലാതിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഒരാളുടെ സ്നേഹം അല്ലെങ്കിൽ സപ്പോർട്ടൊക്കെ കാണുമ്പോൾ പേടിയായിരിക്കും തോന്നുക, അത് റിസീവ് ചെയ്യാൻ തോന്നത്തില്ല. അതുപോലെ നിങ്ങൾ മൊത്തത്തിലൊന്ന് ഇമോഷണലി ഓവർവെൽം ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങൾ കടന്നു പോവേണ്ടത് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഇതിന് ശേഷം വരുന്നൊരു ടൈം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു ലവ് ഓഫർ വന്നേക്കാം, ഇമോഷണൽ ഹീലിങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തന്നെ തോന്നിയേക്കാം, എനിക്ക് ഇമോഷണൽ ഹീൽ ചെയ്യേണ്ട സമയമാണ്, പക്ഷേ നിങ്ങളത് ചെയ്യാനായിട്ട് തയ്യാറാവത്തില്ല. ഒരു സ്പിരിച്വൽ അവേക്കനിങ് സമയമൊക്കെ വരേണ്ടതാണ്, പക്ഷെ അതിനും നിങ്ങൾ തയ്യാറാവത്തില്ല. മൊത്തത്തിലൊന്ന് പല പല ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ വരുമെങ്കിലും നിങ്ങൾക്ക് അതിലേക്കൊക്കെ ഇറങ്ങാനുള്ളൊരു പേടി കാണും. സോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പേടിയാണ്, ഇതിലേക്ക് നിങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുക എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ ഹീലിങ്ങിനൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, സോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് ഏരിയയിലാണ് നിങ്ങൾ അറ്റൻഷൻ കൊണ്ടുവരുന്നത്, നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളിലേക്ക് തന്നെയാണ്. കാരണം നിങ്ങളുടെ മനസ്സ് പിടിവിട്ട് പോയിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സ് പല ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട്.
ഓക്കെ, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷനോടുകൂടി കൃത്യമായിട്ടുള്ള ഫോക്കസോടുകൂടി എങ്ങോട്ടാണ് പോവേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ 2 ലക്ഷ്യം വെച്ച് 2 ഡയറക്ഷനിലേക്ക് പല രീതിയിൽ പോകരുത്. നിങ്ങൾക്കൊരു ഫോക്കസ് ലൈഫിൽ കൊണ്ടുവരണം. ഡിസിപ്ലിൻ നിങ്ങൾക്ക് വളരെയധികം കുറഞ്ഞിരിക്കുന്നൊരു സമയമായിരിക്കും, അത് കൊണ്ടുവരണം. ഇമോഷണൽ കൺട്രോൾ കൊണ്ടുവരണം. വലിയ ആവേശം കാണിച്ചിട്ട് കാര്യമില്ല, തുടർച്ചയായിട്ട് ഒരേ ആവേശം കാണിക്കുക, അതിലാണ് കാര്യം. ഓക്കെ, നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള കോൺഫിഡൻസ് എടുക്കുക. അതൊക്കെയാണ് നിങ്ങളുടെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇനിയും ഇമോഷണലി ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് മൂവ്മെൻറ്റ് ഉണ്ടായേ പറ്റുള്ളൂ, നിങ്ങൾ മുന്നോട്ട് പോയേ പറ്റൂ. സോ മൂവ്മെൻ്റ് ആണ് ഈ ഒരു കാർഡ് മെയിനായിട്ട് നിങ്ങളോട് കാണിക്കുന്നത്. നിങ്ങളുടെ ഡിസിപ്ലിനോടുകൂടി ഫോക്കസോടുകൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ കരിയർ ഡിസിഷൻ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ഒരു സ്ഥലം മാറി വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നതിനെക്കുറിച്ചായിരിക്കാം. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനുള്ള സമയമായിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി നിങ്ങൾ ലീഡ് ചെയ്യേണ്ട ഒരു സമയം വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങൾ തന്നെ എടുക്കേണ്ട സമയമായിട്ടുണ്ട്. സോ അതാണ് ഈ ഒരു കാർഡ് നിങ്ങളോട് പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് കിട്ടിയ ഗൈഡൻസ് ഇസ് എ ബ്യൂട്ടിഫുൾ കാർഡ്. സ്ട്രെങ്ത് കാർഡാണ്. നിങ്ങൾക്കറിയാലോ, ഒരു മേജർ അർക്കാന കാർഡാണ്. സോ നിങ്ങളുടെ ഈ നെക്സ്റ്റ് 14 ഡേയ്സിൽ നിങ്ങൾ മനസ്സിൻ്റെ ശക്തി അത്രത്തോളം കൂട്ടുക. നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇമോഷണലി നിങ്ങൾ വളരെ മെച്യൂർ ആവുക, ക്ഷമ കാണിക്കുക, സെൽഫ് കൺട്രോൾ കൊണ്ടുവരിക. ഓക്കെ, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിന് എന്തും സാധിക്കും, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ളൊരു വ്യക്തിയല്ല നിങ്ങൾ, അത്രയും വൾണറബിൾ അല്ല. നിങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കപ്പാസിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. സോ ഈ 14 ദിവസം നിങ്ങൾ എടുക്കുന്ന ആ ഒരു പവർ നിങ്ങളുടെ ലൈഫിനെ തന്നെ റീഅറേഞ്ച് ചെയ്തേക്കാം. ഈ 14 ദിവസം നിങ്ങൾ എടുക്കുന്ന ആ ഒരു തീരുമാനം നിങ്ങളുടെ ലൈഫിനെ എൻറ്റയർലി മാറ്റിയേക്കാം. സോ ഈ 14 ഡേയ്സിലെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിനെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ്. സോ ക്ലെയിം ഇറ്റ്. നമുക്ക് മറ്റൊരു റീഡിങ്ങിൽ വീണ്ടും കാണാം.